ഇന്നലെ ആശുപത്രി കേസിട്ടൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. ഇക്കാക്ക് വയ്യായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വലിയ കുഴപ്പമില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാതെ മൂടൊക്കെ അങ്ങ് പോകും. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇടാതിരുന്നാൽ ശരിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ ഒരു സമയം പോക്കിനും കൂടെ വേണ്ടിയല്ല കേട്ടോ. അതാണ് മെയിനായിട്ട്, ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ കുറേ പരിപാടിയൊക്കെ നടന്നു പോയിട്ടുണ്ട്. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ പാത്തും അച്ചാർ പൊടി എല്ലാം കമഴ്ത്തി കളഞ്ഞ് അതൊരു ഇരട്ടിപ്പണിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് മാറ്റി ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഇതേ വെള്ളം കോരാൻ പോകാം കേട്ടോ. അപ്പോൾ നേരത്തെ മഴയൊക്കെ തുടങ്ങുമല്ലോ, ചാറ്റിലൊക്കെ നമ്മൾ റോട്ടിൽ അങ്ങനെ നടക്കാൻ പറ്റില്ല മഴ ചാറുമ്പോഴേക്കും. അതുകൊണ്ട് മഴ ഇച്ചിരി ഒന്ന് വെയിൽ തെളിഞ്ഞപ്പോഴേക്കും വേഗം വെള്ളം കോരാൻ പോയതാട്ടോ. അപ്പോൾ ഇന്നലത്തെ കോഴിക്കറി ഇരിപ്പുണ്ടായിരുന്നു. കോഴിക്കറി ഞാൻ അപ്പോൾ ഏതൊരു രീതിയിലാട്ടോ വെച്ചത്, അനിയത്തി പറഞ്ഞ രീതിയിൽ വെച്ചത്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കണം എന്നൊക്കെ ഓർത്തിരുന്നതാണ്. അപ്പോൾ അതിനുള്ള മൂടൊന്നും തോന്നിയില്ല കേട്ടോ. എന്തായാലും ഇനി കോഴി മേടിക്കുമ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണിക്കട്ടെ. നല്ല രസമുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. അവളതുപോലെ വീട്ടിൽ പോയി ഇവരത്തോടെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു വീഡിയോ കൂടെ എടുത്ത് കാണിക്കാന്നുള്ള എല്ലാ പ്ലാനിലൊക്കെ ആയിരുന്നു, എല്ലാം മാറിപ്പോയിട്ടാണ്. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം ഞാൻ എണീറ്റതേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായപ്പോൾ വേഗം അരിയെല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ അതേ മൈദയും ഗോതമ്പും കൂടെ കലക്കിയിട്ട് ചുട്ടപ്പോൾ കോഴി ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ കുട്ടികൾ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. രണ്ടുപേര് കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ തിന്നുന്നത് കണ്ടിട്ട് അവൾക്ക് തന്നെ പാത്രത്തിൽ തിന്നണം. അപ്പോൾ അതിന് ഞാൻ പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പം ചുട്ടലെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്കുള്ള കൂടെ ചുട്ടെടുത്തിട്ട് ഇച്ചുവിനും ചുട്ടെടുത്ത് ഫിറോസ് ചോറാത്തുന്നു കേട്ടോ. ഫിറോസ് അപ്പം ഒന്നും തിന്നില്ല, അവനപ്പോൾ ചോറ് എടുത്ത് കൊടുത്തു. ബാക്കിയുള്ളതും കൂടെ ഇച്ചിരി ഞാൻ കളിക്കണ്ടായില്ല, അതും കൂടെ ചുട്ടിട്ട് ഞാനും കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിക്കൊണ്ടിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. ഇടയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു എടുക്കാനായിട്ട്. ഇപ്പോൾ പിന്നെ മടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, മടിച്ചായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണേ. എനിക്ക് ഏറ്റവും പിടിച്ച മെനക്കെട്ടുള്ള പരിപാടി ഈ അടിച്ചുവാരലാണ് കേട്ടോ. ചൂല നിലത്ത് വെക്കാൻ സമയം കിട്ടാറില്ല, അടിച്ചുവാരി മടുക്കും. അപ്പോൾ അടുക്കള പെട്ടെന്ന് അടുപ്പം നിരക്കുന്നത്. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് വെയിൽ വരുമ്പോൾ ഈർപ്പം കൂടെ ആകുമ്പോൾ എന്തോ പോലെ കേട്ടോ ചവിട്ടുമ്പോൾ. അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് വെച്ചിട്ടുണ്ടായിരുന്നേ. കടച്ചക്ക വെക്കുന്നത് പിന്നെ ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വേഗം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ തേങ്ങ എല്ലാം വറുത്ത് അരച്ചും വെച്ചിട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് തീരുമ്പോൾ അടുപ്പിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് കഞ്ഞി ഇറക്കിയപ്പോഴേക്കും വേഗം കറിക്കുള്ള ആക്കിയിട്ട് അപ്പോഴേക്കും പസലയുടെ ഉപ്പേരിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി വെന്ത് ഞാൻ വേഗം താളിച്ചിട്ടുണ്ടായിരുന്നേ. പെട്ടെന്നായിരുന്നു അടുപ്പിൽ വെക്കുമ്പോൾ ഗ്യാസിൽ വെക്കുന്നേക്കാളും സുഖമായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്താ പറയുക, വേഗം ആയി കിട്ടുന്നുണ്ട് എല്ലാതും. പെട്ടെന്ന് ഓരോന്നിങ്ങനെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. വിറകുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടാകും. ഞാൻ പിന്നെ ഇവിടെ വന്നേ പിന്നെ കേട്ടോ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ വിറക് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഗ്യാസിൽ ഉപയോഗിച്ചില്ല, ഗ്യാസ് തീർന്നു എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടാവാറില്ല. എനിക്ക് വിറകടുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കറി ഇറക്കിയപ്പാടെ ഉപ്പേരികളോട് ഞാൻ ആക്കിയിട്ട്. അപ്പോൾ അടുപ്പിലായിട്ട് നമ്മൾ കൂടെ നിന്നാൽ മതി, പെട്ടെന്ന് ഇളക്കിയെടുത്ത് എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാരായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടിനെ. നല്ല വീട്ടിൽ പിന്നെ കാണാൻ. ബൈ ടാറ്റാ.